മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട അവസാനവട്ട ചർച്ചകളാണ് ഇപ്പോൾ യു.ഡി.എഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഘടകകക്ഷികളെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കാൻ സാധിച്ചത് എന്നതാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തവണ 22 MLA-മാർ ആണ് മുസ്ലിം ലീഗിൽ നിന്ന് ഉള്ളത്. എങ്കിൽ ഏറ്റവും ഉയർന്ന സ്ട്രൈക്ക് റേറ്റോടുകൂടി ഈ മന്ത്രിസഭയുടെ കൂടി ഭാഗമാകുന്നത് കേരള കോൺഗ്രസ് വിഭാഗം എന്നതാണ്. കേരള കോൺഗ്രസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ജോസഫ് വിഭാഗമാണ്. ബ്രാക്കറ്റിൽ ഒന്നുമില്ലാത്ത കേരള കോൺഗ്രസ് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അവിടെ ഇതാ 7 സീറ്റുകളിൽ വിജയക്കൊടി പാറിക്കാൻ കേരള കോൺഗ്രസിന് സാധിച്ചിരുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. അതുകൊണ്ട് തന്നെ ഇത്തവണ മന്ത്രിസഭയിൽ 2 അംഗങ്ങൾ ഉണ്ടാകണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. പക്ഷേ ഒരു സീറ്റിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്, ഒരു മന്ത്രിസ്ഥാനം എന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അത് മോൻസ് ജോസഫ് എന്ന പേര് തന്നെയാണ് പരിഗണിക്കപ്പെടുന്നത്. ഇനിയിപ്പോൾ അറിയേണ്ടത് മറ്റൊരു മന്ത്രിസ്ഥാനത്തിലേക്ക് പോകുന്നില്ല എങ്കിൽ പകരം എന്ത് കേരള കോൺഗ്രസിന് ലഭിക്കും എന്നുള്ളതാണ്. കേരള കോൺഗ്രസ് നേരത്തെ തന്നെ കൃഷി ഉൾപ്പെടെയുള്ള വകുപ്പുകളിലാണ് താല്പര്യം പ്രകടിപ്പിച്ചിട്ടുള്ളത്. ജലവിഭവം പോലെയുള്ള മറ്റു വകുപ്പുകളാണോ നൽകാൻ പോകുന്നത് എന്നതിലൊന്നും വ്യക്തതയില്ല. കുറച്ചുകൂടി വ്യക്തത അല്പസമയത്തിനകം കൈവരും. അപ്പോൾ പോലും കേരള കോൺഗ്രസ് 2 മന്ത്രിസ്ഥാനം, കാരണം മന്ത്രിസഭയിൽ അംഗബലമനുസരിച്ച് 2 പേരുടെ പ്രാതിനിധ്യം ഉണ്ടാകേണ്ടതാണ് എന്നവർ അവകാശപ്പെടുന്നു. അതുമാത്രവുമല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്തടക്കം കോംപ്രമൈസ് ചെയ്തിരുന്നു. അതായത് 10 സീറ്റുകളിലാണ് കഴിഞ്ഞ തവണ മത്സരിച്ചിരുന്നത് എങ്കിൽ ഇത്തവണ അത് 8ലേക്ക് ചുരുങ്ങി. ആ ഘട്ടത്തിലൊക്കെ പിടിവാശി ഉപേക്ഷിച്ചിരുന്നു എന്നതുകൊണ്ട് തന്നെ മന്ത്രിസഭയിൽ പ്രാതിനിധ്യം വേണം എന്ന ആവശ്യം ആണ് അവർ ഉന്നയിക്കുന്നത്. ഇനി അറിയേണ്ടത്, ഒരു മന്ത്രിയാണ് കേരള കോൺഗ്രസിന് നൽകുന്നത് എങ്കിൽ മറ്റെന്താണ് കേരള കോൺഗ്രസിനുള്ളത്? അവിടെ നമുക്കറിയാം, നേരത്തെ തന്നെ പാർട്ടി ആവശ്യപ്പെട്ട ചില പദവികൾ ഉണ്ട്. ചീഫ് വിപ്പ് പോലെയുള്ള പദവിയാണോ നൽകുന്നത്? ഡെപ്യൂട്ടി സ്പീക്കർ പോലെയുള്ള പദവി ലഭ്യമാകാൻ സാധ്യതയുണ്ടോ? നേരത്തെ ഭരണപരിഷ്കാര കമ്മീഷന്റെ ചെയർമാൻ എന്ന നിലയിൽ PJ ജോസഫിന് പദവി നൽകണം എന്നൊക്കെ പാർട്ടിയിൽ നിന്ന് ആവശ്യങ്ങൾ ഉയർന്നു വന്നിരുന്നു. ഇപ്പോൾ തീർച്ചയായും അത്തരം കാര്യങ്ങൾ കൂടി ആലോചിച്ചുകൊണ്ടായിരിക്കും മന്ത്രിസഭയിലെ അംഗബലത്തെ സംബന്ധിച്ച ഒരു തീരുമാനത്തിലേക്ക് എത്തുക. ശ്രീജിത്താണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, തിരുവനന്തപുരത്തെ ചർച്ചകളിൽ നിന്ന് ഒരു മന്ത്രി എന്ന നിലയിൽ തന്നെയാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്, അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റെന്തെങ്കിലും ഫോർമുല ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ടോ? പദവികൾ ഉറപ്പു നൽകിയിട്ടുണ്ടോ? എന്താണ് ആ ക്യാമ്പിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ ശ്രീജിത്ത്? പക്ഷെ ആ ഒരു മന്ത്രിസ്ഥാനത്തിൽ വകുപ്പ് ഏത് എന്നതാണ് കേരള കോൺഗ്രസ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഈ 2 മന്ത്രിസ്ഥാനം എന്ന സമ്മർദ്ദം കേരള കോൺഗ്രസ് ഉന്നയിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണവും അതുതന്നെയാണ്. അതായത് ആദ്യം തന്നെ കേരള കോൺഗ്രസിൽ ഉണ്ടായ ഏതാണ്ടൊരു ധാരണ, ഒരു മന്ത്രിസ്ഥാനം കിട്ടും, അല്ലെങ്കിൽ ഒരു ചീഫ് വിപ്പ്, അല്ലെങ്കിൽ ഒരു ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം എന്നുള്ളതാണ്. അത് ഫലത്തിൽ അംഗീകരിക്കുന്ന നിലയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോയിട്ടുള്ളത്. പക്ഷേ പിന്നീടാണ് അബു ജോസഫിന് ഒരു മന്ത്രിസ്ഥാനം എന്ന നിലയിലേക്ക് ആ ഗ്രൂപ്പിൽ നിന്ന് തന്നെ ചില നേതാക്കളെങ്കിലും ആവശ്യം ഉന്നയിച്ചത്. തൊട്ടുപുറത്ത് തോമസ് ഉണ്ണിയാടനും സമാനമായ ആവശ്യവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. ചീഫ് വിപ്പ് പോലുള്ള പദവികളാണെങ്കിൽ അത് ഉണ്ണിയാടന് നൽകാനാണ് സാധ്യത. അതേസമയം മന്ത്രിസ്ഥാനം ലഭിച്ചാൽ അബു ജോസഫിന് നൽകാം എന്നുള്ളതാണ്. അതിനുവേണ്ടിയുള്ള ഒരു ശ്രമം നടത്തി ജോസഫ് ഗ്രൂപ്പ്. പ്രത്യേകിച്ച് 10 സീറ്റുകളാണ് ഉണ്ടായിരുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ആകെ വിട്ടുവീഴ്ച ചെയ്ത ഒരേ ഒരു പാർട്ടി അത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗമാണ്. ഇനി 10 സീറ്റിൽ മത്സരിച്ചാൽ 9 സീറ്റിൽ ഉറപ്പായും ജയിക്കുന്ന സാഹചര്യമായിരുന്നു. ഈ കണക്കാണ് പരിശോധിക്കേണ്ടത് എന്നാണ് പരിഗണിക്കേണ്ടത്. പ്രത്യേകിച്ച് മധ്യ കേരളത്തിൽ കത്തോലിക്ക സഭയ്ക്കിടയിലടക്കം വലിയ സ്വാധീനമുള്ള ഒരു പാർട്ടി എന്ന നിലയിൽ തങ്ങളെ ആ നിലയിൽ പരിഗണിക്കണം, അത് സഭയ്ക്കുള്ള ഒരു അംഗീകാരം എന്ന നിലയിൽ കൂടി പരിഗണിക്കണം എന്ന രാഷ്ട്രീയ നീക്കം കൂടിയാണ് അവർ നടത്തിയത്. എന്തായാലും എത്ര പോയാലും ഒരു മന്ത്രിസ്ഥാനം ഉറപ്പാണ്. പക്ഷെ ആ മന്ത്രിസ്ഥാനം ഒന്നാണെങ്കിലും അതിൽ ഏറ്റവും മികച്ച വകുപ്പ് നേടിയെടുക്കാനുള്ള ഒരു തന്ത്രമാണ് ഈ 2ാം മന്ത്രിസ്ഥാനം എന്ന തന്ത്രം ഈ അവസാന ഘട്ടത്തിൽ വരെ മുറുകെ പിടിക്കാൻ കാരണമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് മുൻപ് തന്നെ ഈ നടക്കുന്ന ഉഭയകക്ഷി ചർച്ചയിൽ തന്നെ ഇക്കാര്യത്തിലൊരു അന്തിമമായ വ്യക്തത വരും. അതിനപ്പുറത്തേക്ക് ഒരു കടുംപിടുത്തത്തിലേക്ക് പോകാൻ സമീപകാല PJ ജോസഫിന്റെ ചരിത്രം അങ്ങനെ പോകാനുള്ള സാധ്യത കുറവാണ്. കാരണം നമുക്കറിയാം, മുൻപൊക്കെ KM മാണിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ, ചർച്ചകളൊക്കെ കീറാമൂട്ടിയായതിന് പിന്നിൽ PJ ജോസഫിന്റെ ചില തീരുമാനങ്ങളായിരുന്നു. ഉറച്ചു നിൽക്കുകയായിരുന്നു. എന്ത് തീരുമാനമെടുത്താലും അത് ഉറച്ചു നിൽക്കും. പക്ഷേ കഴിഞ്ഞ സീറ്റ് വിഭജനത്തിൽ 10 സീറ്റ് എന്ന ഘട്ടത്തിൽ ആദ്യഘട്ടത്തിൽ PJ ജോസഫ് പറഞ്ഞപ്പോഴും പിന്നീട് അതിന് വിട്ടുവീഴ്ച ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. 2 സീറ്റ് വിട്ടുകൊടുക്കുമെന്ന് നമ്മൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തത് ജോസഫ് ഇങ്ങനെ മനസ്സുകൊണ്ടൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ് എന്ന വിവരം ലഭിച്ചതുകൊണ്ടുകൂടിയാണ് ആ സമയത്ത്. സമാനം തന്നെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. മന്ത്രിസ്ഥാനം 2 വേണം എന്ന് പറഞ്ഞാലും 1 ലഭിക്കുക. പക്ഷെ അത് മികച്ച വകുപ്പായിരിക്കണം. പ്രത്യേകിച്ച് റവന്യൂ വകുപ്പ് പോലെയുള്ളവയിൽ PJ ജോസഫ് ഗ്രൂപ്പിന് കണ്ണുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
അത് കോൺഗ്രസിന്റെ കൈവശമുള്ളതാണ്. സാധാരണ ഇടതുമുന്നണിയിലാണെങ്കിൽ വിദ്യാഭ്യാസവും അല്ലെങ്കിൽ ജലവിഭവ വകുപ്പും അതല്ലെങ്കിൽ പൊതുമരാമത്ത് വകുപ്പും ഒക്കെ ജോസഫ് ഗ്രൂപ്പിന് കിട്ടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവിടെ UDF-ലാണെങ്കിൽ കേരള കോൺഗ്രസ് എം എന്ന നിലയ്ക്ക് ധനകാര്യം ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട വകുപ്പുകളാണ് നേരത്തെ കിട്ടിയിട്ടും ഉള്ളത്. ആ ഒരു സാഹചര്യം എല്ലാം പരിഗണിക്കണം. അതുകൊണ്ട് മികച്ചൊരു വകുപ്പ്, അത് റവന്യൂ വകുപ്പിൽ ഒരു കണ്ണുണ്ട്. അത്തരം കാര്യങ്ങൾ കൂടി മുന്നിൽ വെച്ചാണ് ഈ സമ്മർദ്ദ നീക്കമെന്നാണ് മനസ്സിലാക്കുന്നത്. അഭിലാഷ്. യെസ്, എന്തായാലും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് 2 മന്ത്രിസ്ഥാനം വേണമെന്ന ആവശ്യം അവർ നേരത്തെ തന്നെ ഉന്നയിച്ചതാണ്. ഈ സൂചിപ്പിക്കുന്ന പോലെ തന്നെ മോൻസ് ജോസഫ് ആണ് മന്ത്രിസഭയുടെ ഭാഗം ആകുന്നത്. വളരെ എക്സ്പീരിയൻസ് ഉള്ള ആൾ കൂടിയാണ്. അതേസമയം അബു ജോണിനെ പോലെയുള്ള ഒരാൾ, PJ ജോസഫിന്റെ മകൻ, ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് എത്തിയ പശ്ചാത്തലം, അവിടെ വിജയിച്ചു കയറാനും ഒക്കെ സാധിച്ചു. അതുകൊണ്ട് അങ്ങനെ ഒരു പദവി അബുവിന് ആണോ കേരള കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്? അതിനപ്പുറത്ത് മറ്റു പദവികൾ നൽകിക്കൊണ്ട് കേരള കോൺഗ്രസിനെ തൃപ്തിപ്പെടുത്തുകയാണോ മുന്നണി ചെയ്യുന്നത്? അത്തരം കാര്യങ്ങളിൽ അന്തിമമായ ഒരു തീരുമാനം ഇന്ന് തന്നെ ഉണ്ടാകും എന്നതാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.